അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ ആരോ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മളെ കുറച്ചെങ്കിലുമൊക്കെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കൃപ അവരെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ മനസ്സിലോർക്കുന്ന വ്യക്തികളെ പൊതിഞ്ഞു പിടിക്കണേ, ഞങ്ങളുടെ ദേശത്തെ പൊതിഞ്ഞു പിടിക്കണേ ഈശോയെ. എന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ. അച്ഛന് ഒരുപാട് വേദനയിലൂടെ കടന്നുപോയ സമയത്തൊക്കെയാണോ ഈ പാട്ട് എഴുതിയത്? തീർച്ചയായിട്ടും ഈ പാട്ട് എഴുതുമ്പോൾ ഒത്തിരി വേദനകൾ ഉണ്ടായിരുന്നു. നെയ്തൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടണേ, പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താൽ എന്നെന്നും എന്നെ കഴുകിടണേ, കല്ലേറു ദൂരെ ഞാൻ രക്തം വിയർക്കുമ്പോൾ മാലാഖമാർ വരണേ. ഈശോ പാനപാത്രം നീങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ചെങ്കിലും പാനപാത്രം നീങ്ങിപ്പോയില്ല. മാലാഖമാരൊന്ന് ആശ്വസിപ്പിച്ചു. നമുക്ക് ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ, പല പാനപാത്രം നമ്മൾ കുടിക്കേണ്ടതാണ്. ഈ പാട്ട് പാടിപ്പിടിച്ച സമയത്ത് എൻ്റെ മനസ്സിലൊരു കാര്യം പറയാൻ തോന്നിയത്, ഈ ദൈവകൃപയെ പറ്റി ഇങ്ങനെ വായിച്ചപ്പോൾ രണ്ട് തരത്തിലുള്ള കൃപയുണ്ടെന്ന് മനസ്സിലായി. സാങ്ക്ടിഫൈങ് ഗ്രേസ് ആൻഡ് ആക്ച്വൽ ഗ്രേസ്. ദൈവവുമായിട്ട് നമ്മുടെ ആത്മാവ് ഐക്യപ്പെട്ടിരിക്കുന്നതിന് സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്ന് പറയും. ഇപ്പം കൂദാശകളിലൂടെ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഒക്കെ നമ്മൾ ഈശോയുമായിട്ട് നമ്മുടെ ആത്മാവ് ഐക്യപ്പെടും. ഈ ഐക്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തുടരാൻ വേണ്ട കൃപയുടെ പേരാണ് ആക്ച്വൽ ഗ്രേസ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ ആക്ച്വൽ ഗ്രേസ് ഉണ്ടാകുന്നുണ്ട്. ഒരു നല്ല വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആക്ച്വൽ ഗ്രേസ് ഉണ്ടാകും. വചനം വായിക്കുമ്പോൾ ആക്ച്വൽ ഗ്രേസ് ഉണ്ടാകുന്നുണ്ട്. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും പാട്ട് കേൾക്കാൻ നമുക്ക് ഈസിയാണ് കുറച്ചും കൂടി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ പാട്ട് കേൾക്കുക, കൂടെ മൂളി പാടുക. സന്തോഷമുള്ളപ്പോൾ നമ്മൾ പാട്ടിൻ്റെ ട്യൂൺ ശ്രദ്ധിക്കും, ദുഃഖമുള്ളപ്പോൾ ലിറിക്സ് ശ്രദ്ധിക്കും എന്ന് പറയുന്നത്. എനിക്ക് ദുഃഖമുള്ളതുകൊണ്ടായിരിക്കില്ല ഞാൻ ലിറിക്സ് ശ്രദ്ധിച്ച്. തീർച്ചയായിട്ടും.